പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നോമ്പ് 16 നാളെ 17. ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധമായ റമളാനിലെ 17 രാവാണ്. മഹാന്മാരായ ബദരീങ്ങൾ പോർക്കളത്തിലിറങ്ങിയ ദിനമാണ് ബദർ ദിനം. അതിന്റെ രാത്രിയാണ് ആഗതമാകുന്നത്. ദുആഇന് ഇജാബത്തുള്ള രാത്രിയാണ്. ചിലര് പറഞ്ഞു അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബദർ പ്രത്യേകം അനുസ്മരിക്കപ്പെടേണ്ട സുദിനത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് മഗ്ഫിറത്തിന്റെ പത്തിലാണല്ലോ നമ്മൾ ഉള്ളത്. നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരട്ടെ. നമ്മുടെ നോമ്പിനെ അല്ലാഹു തആല കബൂലാക്കട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങൾ, മറ്റ് തറാവീഹ് അടക്കമുള്ള നിസ്കാരങ്ങൾ, മറ്റ് സുഹൃതങ്ങൾ എല്ലാം അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഉള്ളത്. ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ബദർ കേവലം ഒരു യുദ്ധമെന്ന് നാം അതിനെ വിലയിരുത്തേണ്ടതില്ല. ബദർ ഒരു സമരമായിരുന്നു. ബദർ ഒരു പ്രതിരോധമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിക ലോകത്ത് നടന്ന യുദ്ധങ്ങൾ, ഇത് ബദറാകട്ടെ, ഉഹദാകട്ടെ, ഖന്തഖാകട്ടെ, ഏത് യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചാലും മുസ്ലിം പക്ഷത്തു നിന്നും അതുപോലെ തന്നെ ശത്രുപക്ഷത്തു നിന്നും ആകെ മരണപ്പെട്ടത് 1018 ആളുകൾ മാത്രമാണ്. 1018 ആളുകൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബദറും ഉഹദും ഖന്തഖും ഹുനൈനും ഏത് യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചാലും മുസ്ലിം പക്ഷത്തു നിന്നും ശത്രുപക്ഷത്തു നിന്നും ടോട്ടൽ ഓൺലി 1018 ആളുകൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അത് തന്നെ യുദ്ധത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ പ്രതിരോധം തീർക്കലാണ്. ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞല്ലോ, വൽ ഗസവാതു കുല്ലുഹാ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ നടന്ന ഏത് യുദ്ധവും ലിദ്ദഫഇ, അത് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ അത് അനിവാര്യ ഘട്ടത്തിൽ മാത്രം നടന്ന പ്രതിരോധങ്ങളാണ്. അല്ലാതെ ഒരു ശത്രുവിനെ അങ്ങോട്ട് പോയി വെറുതെ വാളെടുത്ത് വെട്ടുന്ന സ്വഭാവം മുസ്ലിമീങ്ങൾക്കില്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതേസമയം ശത്രുക്കളെ നിങ്ങൾ കൊന്നോളൂ എന്ന് പറഞ്ഞ ചില ആയത്തുകളുണ്ട്. അത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ്. യുദ്ധം നടക്കുമ്പോ പിന്നെ നോക്കിക്കാൻ പാടുണ്ടോ? യുദ്ധം നടക്കുമ്പോ പിന്നെ നോക്കിക്കാൻ പാടില്ല. അപ്പൊ നല്ലോണം കൊടുക്കണം. അതാണ് ആയത്തിൽ പറഞ്ഞത്. അന്നല്ലാതെ വെറുതെ അമുസ്ലിമീങ്ങളെ കൊന്നൊടുക്കണമെന്ന് നമ്മുടെ മതം പഠിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ബദർ പഠിക്കണം, വിലയിരുത്തണം. എന്നും നമുക്ക് ബദർ ഒരു സ്മരണയാണ്. ബദർ നമുക്കൊരു ഊർജ്ജമാണ്, നമുക്ക് ആവേശമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിരായുധരായിരുന്നില്ലേ ബദരീങ്ങൾ? അവർ യുദ്ധത്തിന് പോയതല്ല. മക്കയിൽ താമസിക്കാൻ സ്വൈരം കൊടുക്കാത്തതിന്റെ പേരിൽ പാവപ്പെട്ട മുഹാജിരീങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നവരാണ്. മദീനയിലും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. മുസ്ലിമീങ്ങളെ കൃഷി നശിപ്പിക്കുകയാണ്, കാലികളെ നശിപ്പിക്കുകയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിമീങ്ങൾക്കെതിരെ പ്രയാസങ്ങളും വിഷമങ്ങളും തൊടുത്തു വിടുകയാണ്. അത് മാത്രമല്ലല്ലോ, സ്വസ്ഥമായി ജീവിക്കാൻ മുസ്ലിമീങ്ങളെ മദീനയിലും അനുവദിക്കുന്നില്ല. ആ സമയത്താണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്നൊരു സംഘം മക്ക ലക്ഷ്യമാക്കി പോകുന്നത്. അതുകൊണ്ട് ഇതിന് തീരുമാനം വേണം. സ്വസ്ഥമായി ജീവിക്കണം, മദീനയിലെങ്കിലും സ്വൈരമായി ജീവിക്കണം. തീരുമാനം വേണം. തീരുമാനമുണ്ടാക്കാൻ വേണ്ടി അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ നമുക്കൊന്ന് പിടിച്ചു വെക്കണം. എന്നിട്ട് തീരുമാനമാക്കണം. പ്രശ്നത്തിനൊരു സുൽഹ് വേണം, അഗ്രിമെന്റ് എഴുതണം. അതിന് വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ പുറപ്പെട്ടതാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ വരുന്നുണ്ട് എന്ന വാർത്ത അവരറിയുകയും മക്കയിലേക്ക് ന്യൂസ് കൊടുക്കുകയും ചെയ്തു. മക്കക്കാർ ഒരുങ്ങുകയാണ് മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടി. അതിനിടക്ക് അബൂ സുഫിയാനും കൂട്ടരും വഴിമാറി മക്കയിലെത്തിയിട്ടുണ്ട്. അബൂ സുഫിയാൻ പറഞ്ഞു, നിങ്ങൾ ഇനി യുദ്ധത്തിന് പോവേണ്ടതില്ല. നമ്മുടെ കച്ചവട സംഘം വളരെ നിർഭയത്വമായി മക്കയിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ പോരാട്ടത്തിന് തുനിയരുത്. പക്ഷെ അബൂജഹൽ പറഞ്ഞു, പറ്റൂല. ഉത്ബത്തും ശൈബത്തും പറഞ്ഞു, പറ്റൂല. ഈ ഒരു യുദ്ധം നടത്തിയേ പറ്റൂ. അതിലൂടെ മുസ്ലിമീങ്ങളെ ഈ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു നീക്കിയേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് സർവ്വസായുധ സജ്ജരായി എല്ലാ ഒരുക്കങ്ങളും തീർക്കുകയാണ്. ഭക്ഷണമുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, വാളുകളുണ്ട്, സംഗീതങ്ങളുണ്ട്, കള്ളുകളുണ്ട്, എന്തൊക്കെയാണോ വേണ്ടത് എല്ലാ സാമഗ്രികളുമുണ്ട്. അവർ ബദറിലേക്ക് വരുന്നു. മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ട
ബദർ വലിയ സൈന്യത്തിന് മുമ്പിലാണ്. മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പോയതല്ല, അഗ്രിമെന്റിന് പോയതാ, പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ചർച്ചക്ക് പോയതാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങൾ കേവലം 313 മാത്രമല്ലേ ഉള്ളൂ. അവർ നിരായുധരാണ്, ആയുധങ്ങളില്ലല്ലോ. നോമ്പുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിലാണല്ലോ നോമ്പുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ് പലരും, ക്ഷീണിച്ചവരാണ്, അവശരായവരാണ്. പക്ഷേ യുദ്ധത്തിന്റെ പോർമുഖത്തിൽ, യുദ്ധത്തിന്റെ പോരാട്ട ഭൂമിയിലാണ് എത്തിപ്പെട്ടത്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ റമളാൻ 17 രാത്രിയിൽ ദുആ നടത്തുകയാണ്. മസ്ജിദുൽ ഐശ നിലനിൽക്കുന്ന ആ സ്ഥലത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുകരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഈ ചെറു സംഘത്തിന് ഈ സമയത്ത് സഹായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഭൂലോകത്ത് നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകൂലല്ലോ റബ്ബേ. ഉള്ള മുസ്ലിമീങ്ങളൊക്കെയാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരെ മുഴുവനും നാമാവശേഷമാക്കിയാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂലോകത്തിന് മുസ്ലിം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, മദിനബിയെ പ്രാർത്ഥിച്ചത് ഞങ്ങൾ കൂടെയുണ്ട്. ഉമർ തങ്ങൾ പറയാണ്, മദിനബിയെ പ്രാർത്ഥിച്ചത് ഞങ്ങൾ കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അന്ന് മൂസാ നബിയോട് പറഞ്ഞൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളെ കിട്ടൂല, ഞങ്ങൾ ഇവിടെ സുഖമായി ഇരിക്കട്ടെ, അതുപോലെ ഞങ്ങൾ പ്രതികരിക്കൂല നബിയേ. മറിച്ച് അങ്ങയുടെ മുമ്പിലും പിന്നിലും വലതും ഇടതും ചേർന്ന് ഞങ്ങൾ പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ്. ഞങ്ങളെ പട്ടിണി പ്രശ്നമല്ല, ആയുധം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട അൻസാർ നേതാവായ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് തങ്ങൾ പറയുന്നു, നബി തങ്ങളെ, അൻസാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, മദീന നിവാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. അങ്ങ് ഞങ്ങളെയും കൊണ്ട് ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങിയാലും ഞങ്ങൾ ശങ്കിച്ചു നിൽക്കുകയില്ല, ഞങ്ങൾ കൂടെയുണ്ടാകും, എല്ലാവരും ഒരുക്കമാണ്. അപ്പോഴേക്ക് യുദ്ധത്തിന്റെ വാർത്ത പടരുകയാണ്. ചെറിയ ചെറിയ കുട്ടികളടക്കം യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഉത്സാഹത്തോടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവർ, ദിവസങ്ങളോളം ബദർ പറഞ്ഞാൽ തീരൂല. എത്രമാത്രം ഈമാനികമായ ആവേശോജ്ജനകമായിരിക്കുന്ന പ്രചരിക്കുന്ന സംഭവങ്ങളാണ് ബദർ നമുക്ക് സമ്മാനിക്കുന്നത്. ചെറിയ ചെറിയ കുട്ടികൾ പോലും വളരെ ആഹ്ലാദത്തോടെ അവർ യുദ്ധത്തിന് വേണ്ടി വന്നവരാണ്. അതേ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ഈമാനും തഖ്വയുടെ മുമ്പിൽ ശത്രുക്കൾ പരാജയപ്പെടുന്നു. ഭൗതികമായ സാമഗ്രികളെ കൊണ്ടല്ല യുദ്ധത്തിൽ വിജയിച്ചത്, മറിച്ച് അവരുടെ ഈമാനാണ്, അചഞ്ചല വിശ്വാസമാണ്. 5000-ഓളം മലായികത്തിനെ അല്ലാഹു തആല ഇറക്കി കൊടുക്കുകയാണ് ബദറിൽ. അത് മെലിഞ്ഞവനാണ്, അബുലിസർ എന്ന് പറയുന്ന സ്വഹാബി മെലിഞ്ഞവനാണ്. ശത്രുപക്ഷത്തുള്ള ഒരു വലിയ തടിമാടനെ പിടിച്ചു ബന്ധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വാളെടുത്തുകൊണ്ട് ഇങ്ങനെ വീശുമ്പോഴേക്കും ശത്രുവിന്റെ തല തെറിച്ചു പോവുകയാണ്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, അബൂ യസ്റെ, നീ ആ വലിയ തടിമാടനെ ബന്ധിപ്പിക്കാൻ നിന്നെ സഹായിച്ചത് മലക്കുകളാണ്. വാളി വീശുമ്പോഴേക്കും ശത്രുവിന്റെ തല തെറിച്ചു പോകാൻ അത് വെട്ടുന്നത് മലക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തിൽ അബൂജഹൽ മരിച്ചുപോയി, ഉത്ബത്ത് മരിച്ചുപോയി, ശൈബത്ത് മരിച്ചുപോയി, വലീദ് കൊല ചെയ്യപ്പെട്ടു പോയി, 70 ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയി. ശത്രുപക്ഷത്തുനിന്ന് 70 ആൾ പിടിക്കപ്പെടുകയാണ്. മുസ്ലിം പക്ഷത്തുനിന്ന് 14 പേര് ഷഹീദാവുകയാണ്. എന്തായാലും പ്രതിരോധമായിരുന്നു, അത് നമ്മുടെ ചർച്ച. പ്രതിരോധമായിരുന്നു. എന്നും ബദർ നമുക്ക് ആവേശമാണ്. അന്ന് ബദരീങ്ങൾ പോർക്കളത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ജുമാ നിസ്കരിക്കുമായിരുന്നില്ല. ആ നിലക്ക് ഓരോ മുഅ്മിനിന്റെ ഈമാനുമായി ബദരീങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വം ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണെങ്കിൽ, അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനാണ്. അവർ ഈ സമുദായത്തിലെ നേതാക്കന്മാരാണ്. അവരെ സ്മരിക്കുന്ന, അവരെ ചർച്ച
ചർച്ച ചെയ്യപ്പെടുന്ന, അവരുടെ മൗലിദ് ഓതുന്ന സുദിനമാണ് ഇൻഷാ അല്ലാഹ്. നാളെയും മറ്റന്നാളെയൊക്കെയായി മുസ്ലിം ലോകം ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പള്ളിയിൽ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ളുഹർ നിസ്കാരത്തിന് ശേഷം 2 മണിയാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ബദർ നേർച്ച ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്ഫിറത്തിന്റെ 10 മഗ്ഫിറത്തിന്റെ 10 പകുതിയും നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഖുതുബയുടെ ആദ്യ ഭാഗം സൂചിപ്പിച്ചത് മഗ്ഫിറത്തിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തെറ്റുകുറ്റങ്ങൾ ചെയ്തവരുണ്ട്, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഭിസംബോധനം ചെയ്യുന്നത് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളോട് തിന്മകൾ അതിക്രമങ്ങൾ ചെയ്ത എന്റെ പ്രിയപ്പെട്ട അടിമകളെ, തെറ്റു ചെയ്തവരെ കുറ്റങ്ങൾ ചെയ്തവരെ അല്ലാഹു വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട അടിമകളെ എന്നാണ്. അതേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച്, റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ആശ മുറിയരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാ. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ 3 വിധമുണ്ട്. ഒന്നാമത്തെ തെറ്റേതാണ്? ഒരിക്കലും പൊറുക്കാത്തൊരു തെറ്റുണ്ട്. അത് ശിർക്കാണ്. അതൊരിക്കലും അല്ലാഹ് പൊറുക്കൂല. അല്ലാഹനെ പോലെ മറ്റൊരു ദൈവം ഉണ്ടെന്ന് പറയാം, അല്ലാഹുവിന് പങ്കുകാരുണ്ടെന്ന് പറയാം, അതൊരിക്കലും പൊറുക്കപ്പെടാത്ത തെറ്റാണ്. വേറെ ഏത് തെറ്റും പൊറുക്കും, പക്ഷെ അതിൽ നിന്ന് രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളാണ്. കടം വാങ്ങി, മുങ്ങി, ഒരാളെ ഗീബത്തും നമീമത്തും പറഞ്ഞ് നടക്കാണ്. അങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട, വ്യക്തികളുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളാണെങ്കിൽ ആദ്യം ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത്, ആരെക്കുറിച്ചാണോ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചത്, അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം. മോനെ, നിങ്ങളെ കുറിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാപ്പ് നൽകണം, പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയണം. ഹക്കിടപാടുകളാണെങ്കിൽ ഇതൊക്കെ കൊടുത്ത് വീട്ടണം. എന്നിട്ട് പടച്ച റബ്ബിനോട് പശ്ചാത്തപിക്കണം, അല്ലാഹുവിനോട് തൗബ ചെയ്യണം. മൂന്നാമത്തെ കാറ്റഗറി മനുഷ്യരും അടിമയും ഉടമയും തമ്മിലുള്ള തെറ്റുകളാണ്, തോന്നിവാസങ്ങൾ. അല്ലാഹു വരെ ചെയ്തവർക്കും അറിയാം. അല്ലാഹുവേ, അങ്ങനെ തെറ്റുകൾ എനിക്ക് പുറത്തു തരണം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് വിട്ടുകൊടുക്കും, അല്ലാഹു ഉദ്ദേശിക്കാത്തവർക്ക് വിട്ടുകൊടുക്കുകയുമില്ല. പക്ഷേ തൗബ ചെയ്ത് കഴിഞ്ഞാൽ നസുഹായ തൗബയാണെങ്കിൽ, അതിന്റെ ഷർത്തുകളൊക്കെ പാലിച്ച്, നിയമങ്ങളൊക്കെ പാലിച്ച്, വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ ഇതൊക്കെ പരിഹരിച്ച് ഉടമയായ റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ആ തെറ്റുകുറ്റത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഭൗതിക ലോകത്ത് നിന്ന് ശിക്ഷ ലഭിക്കുന്ന ചില തെറ്റുകുറ്റങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നത്, അവർ അവഗണിക്കുന്നത്, അവരെ കുറ്റം പറയുന്നത്, അവരെ ചീത്ത വിളിക്കുന്നത്, വൃദ്ധസദനങ്ങളിൽ മറ്റൊക്കെ കൊണ്ടുപോയി പ്രയാസപ്പെടുത്തുന്നത്, അത് ചെറിയ തെറ്റല്ല, വലിയ കുറ്റമാണ്. അതിന്റെ ശിക്ഷ ആഖിറത്ത് നല്ല കിട്ടുക, ഭൗതിക ലോകത്ത് വെച്ച് തന്നെ കൊടുത്തിട്ടേ അല്ലാഹു തആല അവനെ മരിപ്പിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളെ കുറിച്ച് പ്രത്യേകം നമ്മൾ ഗൗരവത്തിലെടുക്കുകയും മാതാപിതാക്കളുടെ ഇഷ്ടം, അവരുടെ സ്നേഹം, അവരുടെ പൊരുത്തം നാം കരസ്ഥമാക്കുകയും ചെയ്യണം. ആരെങ്കിലുമൊക്കെ തന്റെ മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനേ, അതിന്റെ ദുരന്തം ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉപ്പാക്ക് ചുടുചുംബനങ്ങൾ അർപ്പിച്ച് പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. അതുപോലെ തെറ്റുകുറ്റത്തിൽ നിന്ന് ഗൗരവമാണ്. പടച്ച റബ്ബ് യുദ്ധ പ്രഖ്യാപനം നടത്തിയ ചില തെറ്റുകളുണ്ട്, അല്ലാഹു തആല യുദ്ധ പ്രഖ്യാപനം നടത്തിയ ചില തെറ്റുകളുണ്ട്. അതിൽ പ്രധാനമാണ് പലിശ. പലിശ വാങ്ങുന്നവർ, അത് ഭക്ഷിക്കുന്നവർ, അതുമായി സഹകരിക്കുന്നവരോട് അല്ലാഹു തആല യുദ്ധ പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് പലിശ ഒരു വിഷയമേ അല്ല. നിസ്കാരമുണ്ട്, നോമുണ്ട്, ഹജ്ജുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പലിശ ഒരു വിഷയമേ അല്ല. പ്രിയപ്പെട്ടവരെ, പലിശ ഇടപാടുണ്ടല്ലോ, വലിയ ഗൗരവമുള്ള തെറ്റാണ്. എത്രയോ വ്യഭിചാരത്തെക്കാളും ഗൗരവമുള്ള തെറ്റായിട്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് യുദ്ധപ്രഖ്യാപനമാണെന്ന് മനസ്സിലാക്കി ആ തെറ്റുകുറ്റത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർ അവഹേളിക്കുക, അവരെ തരം താഴ്ത്തി സംസാരിക്കുക. അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കർ എന്ത് ബദരീങ്ങളാണെന്ന് പറഞ്ഞാൽ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാർ ബദരീങ്ങളാണ്. ബദരീങ്ങൾ കഴിഞ്ഞിട്ട് വേറെ ഗൗസുല്ലാദും അതുപോലെ തന്നെ റിഫായി തങ്ങൾക്കൊക്കെ സ്ഥാനമുള്ളൂ എന്നാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. എന്ത് ബദരീങ്ങളാണ്, എന്ത് ബദർ നേർച്ചയാണ്? ഇത് ഗൗരവമുള്ള പ്രയോഗങ്ങളാണ്, ഇസ്ലാമിൽ നിന്ന് തുറച്ചു പോകുന്ന പ്രയോഗങ്ങളാണ്. പ്രിയപ്പെട്ടവർ, അതുപോലെ ഗൗസുല്ലാദുവിനെ പോലെയുള്ള മഹത്തുക്കളായ ആളുകളെ അവമതിക്കുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അത് ഒരിക്കലും അല്ലാഹുവിന് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ മഹാന്മാരെ കൊച്ചാക്കുന്നവരോട് അല്ലാഹു യുദ്ധ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മൻ ആദാലി വലിയ ഫഖദ്
ആദൻതുഹു ബിൽ ഹർബ് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ്സിയായ ഹദീസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. എന്റെ വലിയ ആരാണോ പ്രയാസപ്പെടുത്തുന്നത് അവരോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് ഗൗരവമുള്ള സ്വരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഉടമയായ റബ്ബിലേക്ക് നല്ല പശ്ചാത്താപത്തിന്റെ മനസ്സോടുകൂടെ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്, ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ.